ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതിയിൽ വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടങ്ങളിൽ വ്യക്തത വരുത്തി ഉത്തരവിറക്കി. 2019 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇപ്പോൾ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഏറെ വിവാദങ്ങൾ നിലനിന്നു. ഇന്ത്യ മുഴുവൻ കത്തുന്ന പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായ ഒന്നായിരുന്നു CAA ബില്ല്. അത് നിയമമായിരുന്നു. ഇപ്പോഴതിൻ്റെ ചട്ടങ്ങളിൽ വ്യക്തത വരുത്തി ഇതാ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. മതാധിഷ്ഠിതമായി തന്നെ പൗരത്വം നൽകുന്ന ഭേദഗതിയാണ് അതിലേറ്റവും വിവാദമായത്. എന്തൊക്കെ വിവരങ്ങൾ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ? അജിംഷാദ്, അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 എന്നാണ് ഈ നിയമം, ഈ പുതിയ നിയമം അറിയപ്പെടുക. ഈ നിയമപ്രകാരം പൗരത്വത്തിനുള്ള അപേക്ഷ ഓൺലൈനിലൂടെയാണ് മാത്രം സ്വീകരിക്കുക എന്നാണ് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. ഇതിനായി പ്രത്യേകം വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം 2019 ഈ ബില്ല് പാർലമെന്റിൽ വന്നത്. അത് തുടർന്ന് വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇടയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കോവിഡ് ആയതുകൊണ്ടാണ് നിയമം വൈകുന്നത് എന്ന കാര്യത്തിലടക്കമുള്ള ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും നിയമം ഇപ്പോൾ ചട്ടങ്ങൾ ഭേദഗതി നിയമം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതേസമയം തന്നെ ഈ കോവിഡ് കാരണമാണെന്നുള്ള ഒരു വിശദീകരണം നേരത്തെ വന്നിരുന്നു. 2019 ബില്ല് വന്നെങ്കിലും 5 വർഷത്തിനിപ്പുറമാണ് ഈ നിയമം ഇപ്പോൾ വരുന്നത്. എന്തായാലും 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങുമെന്നുമാണ് ഈ സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഈ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. കൂടാതെ വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും അതോടൊപ്പം തന്നെ തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകുമെന്നാണ് ഈ CAA വ്യക്തമാക്കുന്നത്. കൂടാതെ മതപരമായും സാമൂഹികമായതുമായ അവകാശങ്ങൾ അതിൽ നിലനിർത്തുമെന്നൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഈ നിയമമെന്ന വിശദീകരണവും പ്രധാനമായും ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അജിംഷാദ്, തീർച്ചയായും, അതായത് ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിൽ കാണേണ്ടത്. ഈ വിജ്ഞാപനം, ചട്ടങ്ങൾ ശരിയാക്കി വിജ്ഞാപനം ഇറങ്ങുമ്പോൾ കാണേണ്ടത്. ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ മതാധിഷ്ഠിതമായി പുറത്തുനിന്ന് എത്തുന്ന അഭയാർത്ഥികളിൽ മതം നോക്കി പൗരത്വം നൽകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വിവാദമായ ഘടകം. ഒരുപക്ഷെ അത് ഇന്ത്യൻ പൗരന്മാരെ ഉദ്ദേശിച്ച് അല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങളെ സന്തോഷപ്പെടുത്തി, എന്നാൽ തങ്ങളുടെ ക്യാച്ച്മെൻ്റ് ഏരിയകളെ പരമാവധി പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചട്ടത്തെ മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ കുത്സുകതയും എല്ലാ കുടിലതയും ഒരുപക്ഷെ ഇതിൽ കേന്ദ്ര സർക്കാർ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം എന്താണ് കേരള സർക്കാർ ഇതേ സംബന്ധിച്ചെടുത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത്തരമൊരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല, അത്തരമൊരു നിയമത്തിൻ്റെ ഭാഗമായുള്ള ഒരു ജയിലറകളും ഇവിടെ സൃഷ്ടിക്കില്ല എന്ന്. ഇപ്പോഴും സ്വാഭാവികമായും പിണറായി വിജയൻ അത് ആവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണി, തീർച്ചയായും ഷാദ്, ഇതുമായി ബന്ധപ്പെട്ട കേരള നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയത് നമുക്ക് ഓർമ്മയിലുണ്ട്. CAA നടപ്പാക്കില്ലെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രതിപക്ഷവുമായി ചേർന്ന് തന്നെയാണ് ആ പ്രമേയം പാസ്സാക്കിയത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ ഉള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്. അജിംഷാദ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം തന്നെ അല്പസമയം മുമ്പ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു നിയമമല്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം. ഇത് നേരത്തെ ഉള്ളതാണ്, നേരത്തെ ഈ നിയമത്തിന് വേണ്ടി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. എന്തായാലും നിയമം 5 വർഷത്തിനിപ്പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. 2019 പാർലമെന്റിൽ CAA നിയമം ബില്ല് കൊണ്ടുവന്നത്. പൗരത്വ ഭേദഗതി ബില്ല് 2019 കൊണ്ടുവന്നു. 5 വർഷത്തിനിപ്പുറം ഈ ബില്ല് നിയമമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചട്ട ഭേദഗതി നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. 3 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേണ്ടി ആ രീതിയിലാണ് നിയമം എന്ന് പറയുന്നത്. അത് 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങുമെന്നും, അതായത് കുടിയേറി പാർക്കുമ്പോൾ അവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് ഈ ബില്ലിലൂടെ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസം നേടാനും അതോടൊപ്പം തന്നെ വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളടക്കം ചെയ്യുമ്പോൾ അതിനൊന്നും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം പറയുന്നത്. മതപരമായും സാമൂഹികപരമായ എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കും എന്നും പറയുന്നുണ്ട്.
എന്തായാലും നിയമം പാസ്സാക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല നിയമം എന്ന വിശദീകരണവും കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് അജിംഷാദ്. തീർച്ചയായും അത് വലിയൊരു തന്ത്രപരമായ നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെത്, അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ ഭാഗത്തുള്ളത്. മാത്രമല്ല, ഈ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിൽ അഹമ്മദിയ മുസ്ലിംസ് ഉണ്ട്, അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും. അപ്പോൾ ഈ പറയപ്പെടുന്നതിൽ സാങ്കേതികത്വം പറഞ്ഞ് സംഘപരിവാർ രാഷ്ട്രീയം നടപ്പാക്കുന്നു, അതിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട്, അതിൽ മുസ്ലിം വിരുദ്ധതയുണ്ട് എന്നൊക്കെയാണ് പൊതുവിൽ ഇതിനെ വിമർശിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും കണ്ടത്. ഒരുപക്ഷെ ഇനിയുള്ള ദിനങ്ങൾ, ഒരുപക്ഷെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ സജീവമാകുന്ന ഘട്ടത്തിൽ രാജ്യം മുഴുവൻ ബൈഫർക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ട് വശത്തായി നിന്നുകൊണ്ട് ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവർ എന്ന രീതിയിൽ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകും. അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടായി കാണും. സ്വാഭാവികമായും തുടർന്നുള്ള മണിക്കൂറുകളും അതിനായിരിക്കും സാക്ഷ്യം വഹിക്കുക ഇതിലെ വിവാദത്തിൽ, അല്ലേ ഉണ്ണി? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. മമതാ ബാനർജി അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങൾ, അതായത് BJP ഇതര സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ നിയമം നടപ്പാക്കില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും പാർട്ടികൾ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, നിയമം നടപ്പാക്കില്ല എന്നൊരു കാര്യം എല്ലാം തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇന്ത്യ മുന്നണി അടക്കം ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പേ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ നിയമം നടപ്പാക്കില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയതാണ്. ഏറ്റവും ഉദാഹരണമായി കേരളം തന്നെ എടുത്തു പറയാം. കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. അതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. നിയമം നടപ്പാക്കില്ല എന്ന കാര്യം തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് അജിംഷാദ്. തീർച്ചയായും എന്തായിരുന്നാലും CAA നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, വിവാദമായ നിയമമാണ്, രാജ്യം മുഴുവൻ പ്രതിഷേധിച്ച നിയമമാണ്. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാകുന്നു, അത് പ്രാബല്യത്തിൽ വരുന്നു. രാമക്ഷേത്രം പോലെ, സിവിൽ കോഡ് പോലെ പ്രഖ്യാപിതമായ BJPയുടെ നയത്തിൽപ്പെട്ടതുകൂടിയായിരുന്നു അത് ഇലക്ഷന് മുമ്പ് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു, പ്രാബല്യത്തിലേക്ക് വരുന്നു എന്ന വലിയ രാഷ്ട്രീയം കൂടിയുണ്ട്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധവുമായി ഇന്ത്യയിലാകെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CAA ഇവിടെ നടപ്പാക്കില്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച്, ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേരളത്തിൻ്റെ നിലപാട് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതുകൂടി ഇതുമായി ചേർത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി